നമുക്കൊരു പുതിയ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാസ്തുവും ഫെങ്ഷുയുടെ ക്ലബ് ചെയ്തിട്ട് പ്രധാന വാതിൽ എവിടെ കൊടുക്കാം. തെക്ക് കിഴക്ക് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് പ്രധാന ഡോറ് വെച്ച് കഴിഞ്ഞാൽ വാസ്തുവിൽ ഇത് തെറ്റാണ്, ഫെങ്ഷുയിലും അത് തെറ്റാണ്. അത് നമ്മുടെ പൈസ കൊണ്ട് നാട്ടുകാർ പറ്റിച്ചുകൊണ്ട് പോകും. നമുക്ക് വാസ്തുവിലും ഫെങ്ഷുയിലും വരുന്ന ബേസിക് റൂൾ എന്ന് പറയുന്നത് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ വരിക എന്നുള്ളതാണ്. അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് വീടിനെ എടുക്കാം. വീടിനെടുത്താൽ സൗത്തായി, നോർത്തായി, വെസ്റ്റായി, ഈസ്റ്റായി. അടുത്തത് സൗത്ത് വെസ്റ്റ് കന്യമൂല, നോർത്ത് വെസ്റ്റ് വായുകോണ്, നോർത്ത് ഈസ്റ്റ് ഈശാനകോണ്, സൗത്ത് ഈസ്റ്റ് അഗ്നികോൺ. ഇങ്ങനെ 8 ദിക്കുകളായി. ഇതിൽ നമുക്ക് എങ്ങനെ ഇത് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചുറ്റളവ് എടുക്കുമല്ലോ. അതായത് നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിൽ വീട് വേണമെന്ന് ഗൃഹനാഥൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റളവ് എടുത്തു. ആ ഒരു ചുറ്റളവ് എടുത്തിട്ട് ഈ ലാൻഡിൽ എത്ര ഡിഗ്രിയിലാണ് ഈ വീട് ഫേസ് ചെയ്യുന്നതെന്നുള്ള കണക്കും എടുത്തു. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തു. വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്നതിന് എന്ത് വേണം? വീടിനെ നമ്മൾ കറക്റ്റ് 9 തിരിച്ചു. ഫ്ലൈങ് സ്റ്റാർ അതിൻ്റെ ഇത് പൈ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് വീടിനെ കറക്റ്റ് 9 നമ്മൾ തിരിച്ചു. ഈ 9 തിരിച്ചിട്ട് ഓരോ ദിക്കുകളും നമ്മൾ മനസ്സിലാക്കി. ഇത് ഇവിടം മുതൽ ഇവിടം വരെ തെക്ക് പടിഞ്ഞാറാണ്. ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ നമ്മൾ എടുത്തത് 88 97 43 52 16 61 25 34 79. ഇതാണ് ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ. ഇത് പീരിയഡ് 8ൻ്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കണക്കെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെടുത്തപ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാസ്തുവും ഫെങ്ഷുയുടെ ക്ലബ് ചെയ്തിട്ട് പ്രധാന വാതിൽ എവിടെ കൊടുക്കാം. ഇപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള വാതിലാണ്. അപ്പോൾ വാസ്തുവിൽ പറയുന്നു മൊത്ത വീടിൻ്റെ പകുതിയിൽ നിന്നും ഉള്ള 45 ഇങ്ങോട്ടുള്ള പകുതിയിൽ നിന്ന് ഇത്രയും ഭാഗത്തിനകത്ത് വെച്ച് മെയിൻ ഡോർ വയ്ക്കാം എന്ന് പറയുന്നു. നമ്മൾ ഫെങ്ഷുയിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് 3 സ്ഥലങ്ങളുണ്ട്. തെക്ക് കിഴക്കുണ്ട്, കിഴക്കുണ്ട്, വടക്ക് കിഴക്കുണ്ട്. തെക്ക് കിഴക്ക് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് പ്രധാന ഡോറ് വെച്ച് കഴിഞ്ഞാൽ വാസ്തുവിൽ ഇത് തെറ്റാണ്, ഫെങ്ഷുയിലും അത് തെറ്റാണ്. അത് നമ്മുടെ പൈസ കൊണ്ട് നാട്ടുകാർ പറ്റിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ഈശാന കോണിൽ ഇത് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഈശാന കോണിൽ കൊണ്ടുവന്ന് നമ്മൾ മെയിൻ ഡോർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേസും വഴക്കുമായിരിക്കും ഈ വീട്ടിൻ്റെ നിരന്തരം ഫലം. അപ്പോൾ നമുക്ക് ഇത് പക്ഷേ വാസ്തുപ്രകാരം ഉച്ചത്തിലാണ്. പക്ഷേ ഇതാണെങ്കിൽ വാസ്തുവിലും തെറ്റ്, ഫെങ്ഷുയിലും തെറ്റ്. അടുത്ത നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള 8 എന്ന് പറയുന്ന ഒരു വെൽത്ത് സ്റ്റാർ കിഴക്ക് നിൽപ്പുണ്ട്. അപ്പോൾ ഫെങ്ഷു പ്രകാരം നമുക്ക് ഈ കിഴക്കെന്ന് പറയുന്ന ഇത്രയും ഡിഗ്രിക്കകത്ത് എവിടെ വേണമെങ്കിലും മെയിൻ ഡോർ പണിയാം. പക്ഷേ വാസ്തുവിലാണെങ്കിലോ ഇതിൻ്റെ പകുതിക്ക് ഇപ്പുറത്തോട്ട് ചെയ്താലേ ഉച്ചത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുവന്ന് മെയിൻ ഡോർ വയ്ക്കാം. ഇവിടെ കൊണ്ടുവന്ന് മെയിൻ ഡോർ വെച്ച് കഴിഞ്ഞാൽ ഈ 88ൻ്റെ ഗുണവും കിട്ടും. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈസ്റ്റാണ്, ഈസ്റ്റിൽ വന്നിട്ട് ഉച്ചത്തിലും കിട്ടും. അപ്പം ഇങ്ങനെയാണ് വാസ്തുവും ഫെങ്ഷുയും കൂടെ ക്ലബ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു പ്രധാന ഡോർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പം ഇത്തരത്തിൽ നിങ്ങൾ വീടുകൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുവിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഉപരിയായിട്ട് ഫെങ്ഷുയുടെ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് എല്ലാ ലാൻഡിനും ഒരുപക്ഷെ പറ്റിയെന്നിരിക്കില്ല, എന്നാലും ഭൂരിഭാഗം ലാൻഡുകളിലും ഇത് സാധിക്കും. അത് ഓരോരുത്തരുടെയും ഭാഗ്യം കൂടെ പോലെ ഇരിക്കും. വാസ്തു നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ലാൻഡിലും ഒരുമാതിരിപ്പെട്ട എല്ലാം ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഫെങ്ഷുയുടെ ചില സ്റ്റാറുകൾ ചിലരുടെ ഭാഗ്യം കൊണ്ട് അനുസരിച്ചിട്ടേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ചില വിധികളുണ്ടല്ലോ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിതിന് രണ്ടിനെയും ക്ലബ് ചെയ്തെടുക്കാൻ പറ്റും. അപൂർവം ചില വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ കിട്ടാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഭൂരിഭാഗം വീടുകളിൽ നമുക്കിങ്ങനെ നേരത്തെ കൂട്ടി എൻ്റെ കണക്കെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഫെങ്ഷുയും വാസ്തുവും കൂടെ ക്ലബ് ചെയ്ത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അടുത്തത് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. ഇത് ഒരു മണി ഫ്രോഗാണ്. വെൽത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ടൂളാണ്. പ്രധാന ഡോറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഈ ടൂൾ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവണം, നമുക്ക് പേരും പ്രശസ്തി ഉണ്ടാവണം, ഒരു വിക്ടറി ഹോഴ്സ് സൗത്തിൽ വയ്ക്കാം. അതല്ലെങ്കിൽ 9 കുതിരകളുടെ ചിത്രം സൗത്തിൽ വയ്ക്കാം. അടുത്തത് ഒരു പഗോഡ ടവറാണ്. പഗോഡ ടവർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വീടുകളിൽ സൂക്ഷിക്കുന്നതാണ്. ഇത് നമ്മുടെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.